പറമ്പിലൊക്കെ വേനൽക്കാലത്ത് എങ്ങനെയാണ് നേന്ത്രവാഴ നടുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. വീട്ടിലൊരു നേന്ത്രവാഴയൊക്കെ നടാമെന്ന് വിചാരിച്ചാണ് നമ്മൾ യൂട്യൂബൊക്കെ സെർച്ച് കഴിഞ്ഞാൽ നേന്ത്രവാഴ നടുന്ന രൂപവും അതിൻ്റെ വളപ്രയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും നേന്ത്രവാഴ വേണ്ട, കടയിൽ പോയിട്ട് 1-2 കിലോ മേടിച്ചാൽ വിചാരിക്കും. അപ്പോൾ അത്രയും റിസ്ക്കുള്ള ഒരു പരിപാടിയൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾക്ക് വീട്ടിലെ ആവശ്യം നമുക്ക് 1-2 നേന്ത്രവാഴകൾ എങ്ങനെ ചെയ്യാമെന്ന് അതിൻ്റെ ചെറിയൊരു രൂപത്തിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലൊരു കുഴിയാണ് നമ്മൾ അതിനെടുക്കേണ്ടത്. പിന്നെ ഒരടി താഴ്ച, പിന്നെ നീളവും വീതി എത്ര ആവട്ടെ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 1-2 അടിയെങ്കിലും കുറയണ്ട. 1-2 അടിയും കുറയാത്ത ഒരു കുഴി എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ വാഴയുടെ വിത്ത് ഇറങ്ങി നിൽക്കാവുന്ന രൂപത്തിൽ ചെറിയൊരു കുഴി കൂടി എടുക്കണം. ആ കുഴി വാഴക്കൊന്ന് ഇറക്കി വെച്ചിട്ട് ചുറ്റുപുറം നമ്മളെ വീട്ടിലുള്ള എന്തെങ്കിലും കോഴിവളങ്ങളോ അതല്ലെങ്കിൽ ചാണകമോ ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് വീട്ടിലെ അടുക്കള വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഇതിനായിട്ടിട്ട് ആ വാഴ വിത്ത് നല്ല രൂപത്തിൽ മണ്ണിട്ട് മൂടി വെക്കണം. പിന്നെ അതിനോട് കുറച്ച് ചപ്പൊക്കെ ഇട്ടുപോലെ ചപ്പുകളൊക്കെ ഇട്ടിട്ട് തൽക്കാലം അത്ര മതി. അപ്പോൾ 1-2 ദിവസങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നനച്ച് കൊടുക്കുക. കുറച്ച് 10 ദിവസം കഴിയുമ്പോൾ ഇതുപോലെ തൂമ്പൊക്കെ വരും. ഇനി 1-2 പട്ടകൾ ഒരു ഇലകളൊക്കെ വന്നതിന് ശേഷം കുറച്ച് ചപ്പ് ചവറുകൾ എന്തെങ്കിലും നമുക്ക് വളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി മണ്ണിട്ട് മൂടിയുടെ വെക്കാം. ഇപ്പോൾ തൽക്കാലം അത്രേ വേണ്ടുള്ളൂ. പിന്നെ നേന്ത്രവാഴ കൊലക്കാനുള്ള കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ്. 6 മാസം കൊണ്ട് വാഴക്ക് കൊല വരും. പിന്നെ അതിന് മുമ്പായിട്ട് ഒരു 4-4.5 മാസം കൊണ്ട് തന്നെ നേന്ത്രവാഴക്ക് കൊല വരുന്നൊരു ടിപ്സ് ഉണ്ട് കേട്ടോ. അതിന് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ 1-ൽ കൂടുതൽ വാഴകളൊക്കെ നടുമ്പോൾ ഇവിടെ നമ്മൾ 4 വാഴയാണ് വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് പരസ്പരം ഒരു 6-7 അടിയെങ്കിലും, ഇല്ല ചുരുങ്ങിയത് 6 അടിയെങ്കിലും അകലുണ്ടാവണം കേട്ടോ. നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.